ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് കുഞ്ഞ് പേപ്പറിലൊക്കെ ഇങ്ങനെ ഹാനൊക്കെ കഴുകാനുള്ള മറ്റേ ഷീറ്റിൽ സോപ്പാക്കിയിട്ടുണ്ട്. അത് നമുക്ക് പാത്രത്തിൽ ഒഴിച്ചു അതിനായിട്ട് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് പാത്രത്തിലുള്ളതാക്കാം. ഇത് ഞങ്ങളുടെ കയ്യിൽ കളർ വയ്ക്കുന്ന പേപ്പർ ഉണ്ടായിരുന്നു, പക്ഷെ അത് കാണാണ്ട് പോയതിനാലൊരു ചീത്ത ഇതെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ തുടങ്ങുന്നുണ്ട്. നമ്മളിതാ ഇതിങ്ങനെ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നു. തേച്ച് കൊടുക്കുന്നേ. നമുക്കിത് എത്രത്തോളം വർക്കൗട്ട് ആവുമെന്നൊന്നും അറിയത്തില്ല. വർക്കൗട്ട് ആവുകയാണെങ്കിൽ ആവും. എനിക്ക് അമ്മയുടെ ഇത് പോവും, സൈഡ് ഇത് പോവും. ഇത്രയില്ല, നമുക്ക് യാതൊരു പ്രശ്നമില്ല. പക്ഷെ അമ്മയ്ക്കാണ് പ്രശ്നം. കുറച്ചും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി അഴിച്ചു നമ്മുടെ ഇവിടെയൊക്കെ ആയത് നിങ്ങൾ തട്ടിക്കളഞ്ഞു. എന്നിട്ട് ഇത്രയും നമ്മുടെ റെഡിയാക്കിയിട്ടുണ്ട് ഞാൻ. ഇനി നമ്മുടെ ബാക്കിയുള്ള കളർപ്പൊടി റെഡിയാക്കണം. എന്നിട്ട് ഞാൻ ഈ പ്രാവശ്യം കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. നമുക്ക് തേച്ച് കൊടുക്കണം. തേച്ച് കൊടുക്കേ. അധികമായിട്ട് തേക്കുന്നില്ല, എന്നാലും തേക്കുന്നുണ്ട്. പിന്നെ തേച്ച് കൊടുക്കാം. ഇത് ഉണങ്ങുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. A few moments later. അപ്പോൾ ഗൈസ് നമ്മുടെ ഇത് ഉണങ്ങിയിട്ടുണ്ട്. ഷീറ്റ് ഗൈസ് എന്നാലും ഉണങ്ങിയിട്ടുണ്ട്. പുറകോട്ട് വെച്ചിട്ട് ത്രില്ല് കുറച്ചിട്ട് എക്സോ കൂടെ കുറച്ച് വെച്ച് കൊടുത്തിട്ട് പോവാം. ഗൈസ് എന്തെങ്കിലും വരുമെന്ന് തോന്നില്ല. എന്തായാലും നമുക്ക് ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇവിടെ ഇതാക്കുന്നു നമ്മൾ ഇതുപോലെ തേങ്ങിനെ പുല്ല് ഇത്രോട്ടതാ തെച്ച് എനിക്ക് ഈ തരം പുല്ലൊന്നും വരുന്നുണ്ട്. നമ്മുടെ എക്സോ തീരാനായിരിക്കുന്നു. അയ്യോ ചേർന്നടി ദൈവമേ, നീ ഇത് ഉണങ്ങാൻ വേണ്ടി നിൽക്കേണ്ടത്. പക്ഷെ നമ്മൾ നിൽക്കുന്നില്ല. കൊടുക്കണം. ഇതെല്ലാം വന്നിട്ട് അപ്പോൾ നമ്മൾക്ക് വെട്ടത്തിൽ വെച്ച് നിൽക്കാൻ മനസ്സിലായി. വെട്ടത്തിൽ കാണിച്ചു കൊടുക്കുക. എന്നാ ഇതുപോലെയാണ് നിൽക്കുന്നത്. ഇത് ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല. കുറേ നേരം വെയിറ്റ് ചെയ്യാം. ശരിക്കും തുടങ്ങി മണി തൊട്ടോക്ക് ശരിക്കും തുടങ്ങി. ശരിക്കും ഉണങ്ങി. പക്ഷെ ഇതിൻ്റെ പുറകിൽ ഉണങ്ങിയിട്ടില്ല. നമുക്കപ്പോൾ ഇത് ഉണക്കിയിട്ടില്ല. ഉണക്കിയിട്ടുണ്ട്. ഉണങ്ങി പെട്ടെന്ന് പേടിച്ചായി. ഇനി ഇവിടെ നോക്കുമ്പോൾ നമ്മൾ മൊത്തം പോവാണ്. അപ്പോഴത്തേക്ക് മടക്കണം. നമ്മളിത് ആദ്യമായിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ യാതൊരു പിടിയുമില്ല. അപ്പം നമ്മൾ
ചെയ്തുകൊണ്ടിരിക്കുന്നു. അവിടെ ഒരു കൊച്ചു കുറേ നേരം നമ്മളെ നോക്കി കണ്ടു. പേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ കണ്ടിട്ട്. കൊച്ചിനൊന്നും വേറെ പണിയില്ലാത്ത നമുക്ക് നമ്മുടെ മൊത്തം അപ്പൊ ഗായ്സ് ഇതിപ്പോ 4ാമത്തെ പോകുന്നേ. എൻ്റെ അമ്മ പറഞ്ഞ പോലെ ഞാൻ എപ്പോഴും ഇങ്ങനെ എന്താ ആംബുലൻസ് ഒക്കെ പോകുമ്പോൾ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ക്യാമറമാൻ കമോൺ ഹിയർ. അപ്പോൾ നമ്മൾ വട്ടമൊക്കെയാണ് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ ദൈവം ഇത് വട്ടവും വരണില്ല. വട്ടം വട്ടം നമുക്ക് വേറെ പെയിൻറ് ചെയ്യാം. പെൻസിലും വെച്ച് ചെയ്തു. വെട്ടും വെട്ടും വെട്ടും. പിന്നെ വേറെ എന്ത് ചെയ്യാം? ലവ് ചിഹ്നം ലവ് ചിഹ്നം ലവ് ചിഹ്നം. പിന്നെ നമ്മൾ എന്ത് ചെയ്യാം? വേറെന്താ പൂവ്. ആ പൂവെങ്കിൽ പൂവ്. പിന്നെ നമുക്കൊന്ന് കൂടി പൂവ് പൂവ് പൂവ്. എൻ്റെ പൂവിനൊക്കെ 4 ഇടലേ ഉള്ളു. എന്നെ പോലെ കല്ലോട്ടിരിക്കും. കൊച്ചിൻ്റെ വായിലൊക്കെ പഞ്ഞിയായിട്ട് പറഞ്ഞോട്ടെ. എലിപ്പൊടി ആർക്കും കരയാൻ പറ്റില്ല. ചുമയാണ് കരയിപ്പിക്കുന്നുണ്ട്. അപ്പം നമുക്കിത് വെട്ടാം. വാ ക്യാമറമാൻ കം ഹിയർ. റെഡി സ്റ്റഡി ഗോ. അപ്പോൾ ഗൈസ് നമ്മൾ എല്ലാം വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഒരു വേസ്റ്റിൻ്റെ ഒരു നമുക്കൊന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. വർക്കൗട്ട് ആയതുകൊണ്ട് ഇത് വെച്ച് വർക്കൗട്ട് ആക്കുമെന്ന് നോക്കാം. വെയിറ്റ് അപ്പോൾ ഗൈസ് നമ്മൾ ഞാൻ കുറച്ച് കൂടുതലെടുത്തേ. കാരണം ഇത് കൂടുതലല്ല. ഹായ് ഗൈസ്. പക്ഷെ കുറച്ച് ആവുന്നുള്ളൂ. പേപ്പർ വേസ്റ്റ് ആവുന്നുള്ളൂ. ഇവിടെ ദിസ് ഈസ് വെരി കട്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ ഇത് പോഞ്ച്. അപ്പോൾ നമുക്ക് വേറെ വീഡിയോ ഞാൻ പിന്നെ വരും. സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്. പിന്നെ മറക്കാണ്ട് കമൻറ്റ് ചെയ്യണേ. ടാറ്റാ.